പാപ്പ പറയുന്നു, സകലരും കൂട്ടായ്മയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ സ്വന്തം ജീവിതം ഒരു സ്നേഹ കൂട്ടായ്മയുടേതാണ്. മനുഷ്യവംശമാകെ അതിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാവരെയും എല്ലാത്തിനെയും സ്നേഹിക്കാൻ പരിശുദ്ധ ത്രിത്വം നമ്മെ സഹായിക്കുന്നു. പരസ്പര ബന്ധത്തിനും മുഖാമുഖത്തിനും കൂട്ടായ്മയ്ക്കും വേണ്ടിയാണ് എല്ലാവരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്ന് നാം കണ്ടെത്തുന്നു. മറുവശത്ത് വിഭജനവും ധ്രുവീകരണവും വൈവിധ്യത്തോടുള്ള വിദ്വേഷവും നാശത്തിനും ദുഃഖത്തിനും കാരണമാകുന്നതും നാം അറിയുന്നു. പരിശുദ്ധാത്മാവ് പിതാവിനെയും പുത്രനെയും ഐക്യപ്പെടുത്തുകയും നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പ്രവഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ സഭ കൂട്ടായ്മയുടെ കൂദാശയായി മാറുന്നു. കണ്ടുമുട്ടലിന്റെയും സ്നേഹത്തിന്റെയും ജീവന്റെയും ഇടമായി സഭ മാറുന്നു. സ്വർഗവും ഭൂമിയും പരസ്പരം സ്പർശിക്കുന്ന ഒരിടം. ഇസ്രായേലിലെ ഒരു പ്രമുഖ വ്യക്തിത്വമായിരുന്നു നിക്കോദേമോസ്. രാത്രിയിൽ അയാൾ ഈശോയെ കാണാൻ വന്നു. ക്രിസ്തു അദ്ദേഹത്തെ സ്വീകരിക്കുകയും ഉത്തരങ്ങൾക്കായുള്ള അദ്ദേഹത്തിന്റെ അന്വേഷണത്തെ ഗൗരവമായി എടുക്കുകയും ചെയ്തു. പ്രായപൂർത്തിയായ ഒരാൾക്ക് പോലും വീണ്ടും ജനിക്കുക സാധ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് യേശു അയാളെ അത്ഭുതപ്പെടുത്തി. ദൈവത്തിന്റെ ജീവൻ തന്റെ സ്വന്തം ജീവനെ പരിവർത്തിപ്പിക്കാൻ കഴിയുന്നതാണെന്ന തിരിച്ചറിവിലേക്ക് അയാളെ നയിച്ചു. പിന്നീട് സെൻഹെദ്രിനു മുമ്പിൽ ഈശോയ്ക്ക് വേണ്ടി നിക്കോദേമോസ് വാദിക്കുന്നുണ്ട്. ദൈവത്തിൽ നിന്നുള്ള കൂട്ടായ്മയുടെ ആത്മാവിനെ അയാൾ ക്രിസ്തുവിൽ നിന്ന് തന്നെ സ്വീകരിച്ചു. അത് അയാളുടെ ഹൃദയത്തെ പുതിയ സത്യങ്ങളിലേക്കും ശരിയായ നവീകരണത്തിലേക്കും തുറന്നു. ഈ ആത്മാവിനെ സ്വീകരിക്കാത്തവർ വളരെ വേഗം ദുഃഖത്തിൽ വളരുകയും ഹൃദയങ്ങളിൽ സന്തോഷമില്ലാത്തവരാകുകയും ഏകാന്തത അനുഭവിക്കുകയും ചെയ്യുന്നു. മെയ് 31 പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുനാൾ ദിനത്തിൽ ത്രികാല പ്രാർത്ഥനയ്ക്കിടെ നൽകിയ സന്ദേശത്തിൽ നിന്ന്.